നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴയിലും എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെക്കൻ തെലങ്കാനയ്ക്ക് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ തെക്കൻ കേരളത്തിന് സമീപം വരെയായി ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത്. അതേസമയം കാലവർഷം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് 27% മഴക്കുറവ്. 120.6 മില്ലിമീറ്റർ പെയ്യേണ്ടിടത്ത് 87.8 മില്ലിമീറ്ററാണ് കേരളത്തിൽ ഇതുവരെ പെയ്തത്. 3 ജില്ലകളിൽ മാത്രമാണ് കാലവർഷത്തിന്റെ തുടക്കത്തിൽ ഭേദപ്പെട്ട മഴ കിട്ടിയത്. തൃശൂർ, കോട്ടയം, മലപ്പുറം ജില്ലകളിലാണിത്. തൃശൂരിൽ സാധാരണ പെയ്യേണ്ട മഴയേക്കാൾ 32% അധിക മഴയാണ് രേഖപ്പെടുത്തിയത്. 140.4 മില്ലിമീറ്റർ പെയ്യേണ്ടിടത്ത് 184.7 മില്ലിമീറ്ററാണ് പെയ്തത്. 144.6 മില്ലിമീറ്റർ പെയ്യേണ്ട കോട്ടയത്ത് 153.3 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 6% അധികം. 106.9 മില്ലിമീറ്റർ പെയ്യേണ്ട മലപ്പുറത്ത് 5% വർദ്ധിച്ച് 112.6 മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും മഴ കുറവാണ്. സാധാരണയായി കാലവർഷ മഴ കൂടുതൽ കിട്ടുന്നത് വടക്കൻ ജില്ലകളാണ്. എന്നാൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ കിട്ടേണ്ട മഴയുടെ പകുതി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. കൊല്ലത്ത് 66%, തിരുവനന്തപുരത്ത് 73% മഴയുടെ കുറവുണ്ട്. 2 ജില്ലകളിലും 30 മില്ലിമീറ്റർ മഴ പോലും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചക്രവാത ചുഴി, ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനം എന്നിവ കാരണം വരും ദിവസങ്ങളിൽ കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. കഴിഞ്ഞ ദിവസം വനമേഖലയിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കടന്തറപ്പുഴയിലെ വെള്ളം അപ്രതീക്ഷിതമായി ഉയർന്നത് ഭീതി പരത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3-ന് പൂഴിത്തോട് അനങ്ങംപാറയുടെ മേൽഭാഗത്ത് വനമേഖലയിലാണ് ഉരുൾപൊട്ടിയത്. പൂഴിത്തോട്, ചെമ്പനോട് പ്രദേശത്ത് മഴയില്ലാത്ത സമയത്ത് പെട്ടെന്ന് പുഴ നിറഞ്ഞത് ജനങ്ങളെ ആശങ്കയിലാക്കി. കടന്തറപ്പുഴയിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചു. ഇല്യാനി, മൂത്തേട്ട് പുഴകളിലും ജലത്തിന്റെ അളവ് കൂടി. വനഭൂമിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിൽ കടന്തറപ്പുഴയിൽ ഒട്ടേറെ അപകടങ്ങൾ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. പൂഴിത്തോട് മേഖലയിൽ രാത്രിയിലും മഴ തുടരുകയാണ്. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പുഴയിൽ ഇറങ്ങരുതെന്നും ചെമ്പനോട് വില്ലേജ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ബാലുശ്ശേരി ബ്ലോക്കിൽ പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രങ്ങൾ തുടങ്ങുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടാകാനിടയുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനായി പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് ഉഷ്ണതരംഗം, തീവ്രമഴ, ചുഴലിക്കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രതിസന്ധികളെ മറികടക്കുന്നതിനായി പ്രാദേശിക മുന്നറിയിപ്പുകൾ നൽകുന്നതിനാണ് ഈ പദ്ധതി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.